നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത്? എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെറേറിയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭൂമിയുടെ മിനിയേച്ചറാണ്. പിന്നെ നേച്ചർ, അതിന്റെ എക്കോസിസ്റ്റം പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് പഠിക്കുക, അതിനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുക, അത് പ്രാക്ടിക്കലായിട്ട് പഠിച്ച് അതിനെ ടെറേറിയം എന്ന് പറയുന്നത് തന്നെ ഈ നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഭംഗിയായിട്ട് അതിനെ സ്റ്റഡി ചെയ്ത് ആ ഒരു കൊച്ചു സ്ഥലത്തേക്ക് ആ ലാൻഡ്സ്കേപ്പിനെ മൊത്തത്തിൽ എടുത്തു വെക്കുക എന്ന് പറയുന്നത് അത് രസമുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ചെയ്ത് പോരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സിലെ കുറേ ലോവർ ഗ്രൂപ്പ് പ്ലാന്റ്സ്, അതായത് ഈ ഫേൺസ്, മോസസ്, ഇതേപോലെയുള്ള പ്ലാന്റുകളെ നമ്മൾ കൺസർവ് ചെയ്ത് പോരുന്നുണ്ട്, സംരക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു കോപ്പി നമ്മുടെ ടെറേറിയത്തിൽ നമ്മൾ സംരക്ഷിക്കുന്നു, അത് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്നെ വല്ലാതെ ഇതിൽ പിടിച്ചു നിർത്താനായിട്ട് ഇത് ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഘടകമാണ് ശരിക്കും പറഞ്ഞാൽ. തുടർന്നത് ചെയ്യാനുള്ള ഒരു മോട്ടീവ് നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മൾ ടെറേറിയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ ഇനിയും പ്ലാന്റുകളുണ്ട്, പല ടൈപ്പ് ലാൻഡ്സ്കേപ്പുകളുണ്ട്. അതിങ്ങനെ യാത്രകളിൽ നമ്മൾ കാണുന്ന കുറേ ലാൻഡ്സ്കേപ്പുകളെ നമ്മളിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മളെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ പുതിയ പുതിയ പ്ലാന്റുകൾ വെച്ചിട്ട് ഈ എക്സ്പെരിമെൻറ്റുകൾ തുടരാനൊക്കെ ഭയങ്കരമായിട്ട് ഇനിയും ആഗ്രഹങ്ങളുണ്ട്. സോ അത് തന്നെയാണ് ഇതിൻ്റെ മോട്ടീവ്. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഈ പ്രോസസ്സിൽ എൻജോയ് ചെയ്ത് ഇതിങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് രസകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അത് ഓരോ പ്ലാൻസ്കേപ്പ്, അതിൻ്റെ ഡിസൈൻ, പഴക്കം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഒരു 2000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടെറേറിയംസ് ഉണ്ട്, ആ റേറ്റിലുള്ളത് തുടങ്ങുന്നുണ്ട്. പിന്നെ ഉള്ളത് അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസിനൊക്കെ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ബ്രാൻഡ്, അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിന്റെ ഒരു വാല്യൂ മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ അക്വേറിയംസ്, ടെറേറിയംസ്, പ്ലാന്റ്സ് ഇതെല്ലാം വീട്ടിൽ വെക്കുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വൈ ടെറേറിയം. അപ്പോൾ ടെറേറിയം ആയിക്കോട്ടെ, അക്വേറിയം ആയിക്കോട്ടെ, അതുപോലെ പ്ലാന്റ്സ്, പെറ്റ്സ്, ഇപ്പോൾ ഫിഷുകളെ കീപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ഒരു ഇന്റീരിയർ സ്പേസിലേക്ക്, ഒരു ഇൻഡോർ സ്പേസിലേക്ക് കൊണ്ടുവരുന്ന ഈ എലമെന്റുകളൊക്കെ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അതിന് കുറേ സൈക്കോളജിക്കൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു എലമെന്റുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആവുക, ഇതിനെ കീപ്പ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ടല്ലോ, അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയ ടെറേറിയത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടെറേറിയം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഈ കൊച്ചു ഭൂമിയാണ്. ഈ ടെറേറിയം നമ്മളുടെ ഒരു ഫസ്റ്റ് സീരീസിൽ, നമ്മുടെ ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യുന്ന സീരീസിൽ കുറേ ചെയ്ത് ട്രയൽ ആൻഡ് എറർ ചെയ്ത് വിജയിച്ചെടുത്തൊരു ടെറേറിയമാണ്. ഇന്നേക്ക് ഇതൊരു 8 കൊല്ലം പഴക്കമുണ്ട് ഈ ടെറേറിയത്തിന്. ഈ ടെറേറിയത്തിൻ്റെ പ്രത്യേകത ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് ചെയ്തു വൺസ്, അത് കഴിഞ്ഞ് 1 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ മാത്രം ഓപ്പൺ ചെയ്തൊരു ടെറേറിയമാണ്. പിന്നീട് ഇത് വേറെ മെയിൻ്റെനൻസിനായിട്ട് ഓപ്പൺ ചെയ്യേണ്ട വന്നിട്ടില്ല. അപ്പോൾ അത് കൂടെ ഇങ്ങനെ എപ്പോഴും തുടങ്ങിയ കാലം തൊട്ട്, ഈ ഹോബി സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ട് കൂടെ ഉള്ളൊരു ടെറേറിയമാണ്. അപ്പോൾ എല്ലാ ടെറേറിയങ്ങളും സ്പെഷ്യലാണെങ്കിലും അതിൽ കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ഒരു കൊച്ചു ടെറേറിയം ഇതാണ്.